യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയുടെ അവസാനം സംവിധായകൻ അരുൺ വൈഗ എൻ ക്രെഡിറ്റ് വരുന്ന ഭാഗത്ത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സിനിമ എഴുതി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ലിറ്ററലി നമ്മളോട് പറയുന്നുണ്ട്. പുള്ളി അത് വോയിസ് ഓവറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് വർഷാവർഷം പോകുന്നവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. 2-2.25 മണിക്കൂർ നീളമുള്ള ഒരു സിനിമ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടും അവസാനം എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് എന്ന് പറയേണ്ടി വരുന്നത് പടം അതിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ സിനിമ മാർക്കറ്റ് ചെയ്യുമ്പോൾ വിഷയത്തിൻ്റെ പ്രസക്തി എന്നത് തന്നെയായിരിക്കും ഇതിലെ ആളുകൾ ആവർത്തിച്ച് പറയാൻ സാധ്യതയുള്ള വാക്ക്. കാരണം ഫിലിം മേക്കിങ്ങിൻ്റെ മികവ് ധൈര്യത്തോടെ പറയാൻ ഈ സിനിമ കൊണ്ട് അവർക്ക് സാധിക്കില്ല. റോയ്ച്ചൻ്റെ മകനാണ് ടോണി. കല്യാണം കഴിഞ്ഞ് ടോണി ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റോയ്ച്ചനെയും ടോണിയെയും ഉപേക്ഷിച്ച് UK പോയതാണ് ടോണിയുടെ അമ്മ. അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ എത്രയും പെട്ടെന്ന് IELTS പാസ്സാക്കി ലണ്ടനിലേക്ക് പറഞ്ഞയക്കുകയാണ് റോയ്ച്ചൻ്റെ സ്വപ്നം. അതിനുവേണ്ടി അയാൾ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി അവനെ കോച്ചിങ്ങിന് വിടുന്നുണ്ട്. ടോണിയാണെങ്കിൽ നാടിനോട് ഇഷ്ടമുള്ള ഒരു സാധാരണ മലയാളിയാണ്. മകനെ പുറത്തേക്ക് വിടാൻ ആഗ്രഹിക്കുന്ന അച്ഛനും അച്ഛനോടൊപ്പം നാട്ടിൽ തുടരാൻ ആഗ്രഹിക്കുന്ന മകനും തമ്മിലുള്ള ഈ ഒരു സംഘർഷം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ പല ചെറുപ്പക്കാരും UK, കാനഡ മുതലായ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും തൊഴിലിനും വേണ്ടി പോകുന്നതും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ബിസിനസ്സുകൾക്ക് കാര്യമായ ഗ്രോത്ത് ഉണ്ടാകുന്നതുമൊക്കെ ഏറെക്കുറെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്. പ്രതിപാദിക്കുന്ന വിഷയം ഇതാണെങ്കിലും യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമ ഈ വിഷയത്തിലേക്ക് ആഴത്തിലൊന്നും ഇറങ്ങാൻ ശ്രമിക്കുന്നില്ല. ആദ്യം തന്നെ ഒരു പൈങ്കിളി ബാക്ക് സ്റ്റോറിയും പിന്നെ നായകന്റെ ഹീറോയിസം കാണിക്കാൻ ആവശ്യമില്ലാത്ത സ്റ്റണ്ടുകളും പാട്ടും ഡാൻസും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇന്റർവെല്ലിന് അടുത്തേക്ക് വരുമ്പോൾ ഒരു സംഭവം നടക്കുന്നത് കാണുമ്പോൾ ഞാൻ കരുതി ഓക്കെ, പടത്തിന് ഒരു കോൺഫ്ലിക്റ്റ് ആയി, ഇനി ഇതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും മുന്നോട്ടുള്ള കഥ പോവുക എന്ന്. പക്ഷേ രണ്ടാം പകുതി തുടങ്ങുമ്പോൾ തന്നെ ആ ഉണ്ടാക്കി വെച്ച നല്ലൊരു പോസിബിലിറ്റി മറന്നു കളഞ്ഞ് വരവേൽപ്പ് എന്ന സിനിമ ഇപ്പോൾ ഇന്ത്യൻ 2 ഒക്കെ എടുത്ത ശങ്കർ സംവിധാനം ചെയ്താൽ എങ്ങനെയുണ്ടാകും, ആ ഒരു ലെവലിലേക്ക് ഈ സിനിമയെ സംവിധായകൻ അരുൺ വൈഗ കൊണ്ടുപോവുകയാണ്. ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ കോർ കോൺസെപ്റ്റിനെ ലെയറുകൾ കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് അതിനൊരു നല്ല അടിത്തറ കൊടുക്കാൻ നോക്കും. എന്നാൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ഈ സിനിമയിൽ നായകൻ അനുഭവിക്കുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനും കാണുന്ന പ്രേക്ഷകന് ഫീൽ ചെയ്യാൻ പാകത്തിന് ഒന്നും തന്നെ മേക്കിങ്ങിൽ ചെയ്യുന്നില്ല. പുതുമയ്ക്ക് വേണ്ടി ഒട്ടും ശ്രമിക്കാത്ത എഴുത്ത് തന്നെയാണ് ഇതിലെ പ്രധാന പ്രശ്നം. ഏറ്റവും ജനറിക്കായ കാരണങ്ങളാണ് ഈ ഭാഗത്ത് അരുൺ വൈഗ ഉപയോഗിക്കുന്നത്. റിയൽ ലൈഫിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ക്ലീഷയാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ നല്ല ഫിലിം മേക്കിങ്ങിന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ സ്ഥിരം സാധനങ്ങളെ മികച്ചതും വ്യത്യസ്തവുമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഉട്ടോപ്യൻ ആയിട്ടുള്ള സ്വപ്നങ്ങളും അംബീഷ്യസ് ആയിട്ടുള്ള പരിഹാരങ്ങളും ഒരു സിനിമ എന്ന നിലയിൽ ഒരുപക്ഷെ വർക്ക് ചെയ്തേനെ. പക്ഷെ തുടക്കം മുതലേ അതിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം വേണമായിരുന്നു. ഈ സിനിമയിൽ ഒരു പൂക്കൃഷി വിപ്ലവം നടക്കുന്ന ഭാഗമൊക്കെ ഏതാണ്ട് ഇന്ത്യൻ 2 ലെവൽ കോമഡി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു രാജേഷ് മുരുകേശന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുത്തി നിറച്ച് ആ ഭാഗത്തെ രക്ഷിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മഴവിൽ കാവടി സിനിമയിൽ തല മുറിയുമ്പോൾ ജയറാം പൗഡർ വെച്ച് പൊത്തി എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇത്. നായകനായിട്ടുള്ള 4ാമത്തെ സിനിമയിലും കഥാപാത്രമായിട്ട് മാറാൻ രഞ്ജിത്ത് സജീവ് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. സ്വന്തം നാട് ഇഷ്ടപ്പെടുന്ന മിഡിൽ ക്ലാസ് മലയാളി എന്ന് വിശ്വസനീയമായ രീതിയിൽ അഭിനയിക്കാൻ പുള്ളിക്ക് പറ്റാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിയെ കൊണ്ടാകുന്ന ഡാൻസ്, ഫൈറ്റ് പരിപാടികളിലേക്ക് സിനിമ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മലയാളം ഉച്ചാരണം ഇപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ലാത്ത രഞ്ജിത്ത് ഈ സിനിമയിൽ മലയാളം നല്ലപോലെ അറിയുന്ന, ഇംഗ്ലീഷ് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ആ ഒരു മേക്ക് ബിലീഫ് ഏതാണ്ട് ആ ഒരു കാസ്റ്റിങ്ങിലൂടെ തന്നെ പാളിയിട്ടുണ്ട്. ജോണി ആന്റണി ചെയ്തിട്ടുള്ള അച്ഛൻ കഥാപാത്രത്തിന് സ്ഥിരം കോമാളിക്കളിക്ക് മുകളിൽ സ്വല്പം ഇമോഷണൽ സീനുകളും ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും എഴുത്ത് വളരെ വീക്ക് ആയതുകൊണ്ട് പുള്ളിക്കും കാര്യമായി ഒന്നും തന്നെ ചെയ്യാനില്ല. സാരംഗി ശ്യാം എന്ന പുതുമുഖ നടിയാണ് നായിക എന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റിനുള്ള പ്രാധാന്യം മാത്രമേ അവർക്ക് ഈ സിനിമയിൽ ലഭിക്കുന്നുള്ളൂ. ഇന്ദ്രൻസ്, മഞ്ജു പിള്ള, റോണി ഡേവിഡ് രാജ്, സംഗീത, മനോജ് കെ ജയൻ, സംവിധായകനായ അൽഫോൺസ് പുത്രൻ, അങ്ങനെ ഒരുപാട് പേർ ഈ സിനിമയുടെ ഭാഗമായിട്ട് ചെറിയ റോളുകളിൽ വരുന്നുണ്ട്. വിദേശത്ത് പഠിക്കാൻ പോയിട്ട് പല യാതനകളിലൂടെയും കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ റോൾ ഈ സിനിമയിലുണ്ട്. അത് പെർഫോം ചെയ്ത മീനാക്ഷി ജയനായിരുന്നു ഈ സിനിമയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഈ സിനിമ ഇറങ്ങി 2ാം ദിനം, അതായത് ജൂൺ 21-ന് ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മീനാക്ഷിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം വിക്ടോറിയ എന്ന സിനിമയിലെ അഭിനയത്തിനും ലഭിച്ചു എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടിയാണ്. അവസാനത്തെ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ സിനിമയുടെ സ്വഭാവം പെട്ടെന്ന് മാറുകയാണ്. നമ്മുടെ നായകൻ കേരളത്തിലെ മുഴുവൻ യുവാക്കളെയും കേരളത്തിന് പുറത്തേക്ക് പോകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കാനുള്ള പ്ലാനിലൊക്കെയാണ്. ഒരു ഘട്ടത്തിൽ പുള്ളി ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് സാക്ഷാൽ മുഖ്യമന്ത്രിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നായകൻ പറഞ്ഞിട്ടറിയുന്നത് പോലെ മുഖ്യമന്ത്രി കേട്ടിരിക്കുന്നുമുണ്ട്. ഒരർത്ഥത്തിൽ ഈ സിനിമ ചില ഗവൺമെൻറ് ആഡുകൾ ഉണ്ടാകില്ലേ, മദ്യപിക്കരുത്, പുകവലിക്കരുത്, പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കരുത് എന്നൊക്കെ പറയുന്ന ആഡുകൾ, അതിൽ ചിലതിൻ്റെയൊക്കെ നിലവാരം കാരണം അവർ ചെയ്യരുത് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ വരെ തോന്നിപ്പോകും. ഈ സിനിമയുടെ ക്രിയേറ്റിവിറ്റിയുടെ അവസ്ഥ നോക്കുമ്പോൾ ഈ പടം കണ്ടതിന് ശേഷം ആരെങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല.
ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്